ഹലോ യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. ഷോപ്പ എവിടുന്ന് കിട്ടുന്നു ഇങ്ങനെയൊക്കെ ഓരോന്നിനാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബിഗ് ബോസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ആൾക്കാരെ പിടിച്ചു കൊണ്ടിട്ട് ചലഞ്ചേഴ്സ് ആക്കിയിട്ട് കഴിഞ്ഞാല് ഇത് നല്ല രീതിയിലൊന്നും വരില്ല. സത്യം. അതായത് ശരിയാണ്, ആകെ മൊത്തം 6 സീസൺ എടുത്തു കഴിഞ്ഞാൽ ആകെ വിരലിലുണ്ടാവുന്ന കുറച്ച് നല്ല ഗെയിമേഴ്സേ ഉള്ളൂ. അതും ചില സാധനങ്ങൾ ചക്കമുയൽ പരിപാടികളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിപൂർണമായും അവർ വീണ്ടും വന്ന് തിളങ്ങുമെന്നൊന്നും കരുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കരുതാൻ പറ്റുന്ന എന്നാൽ ഫാൻ ബേസ് ഉള്ള അവർ വന്നാൽ കൊള്ളാമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സംഭവം തോന്നണം. ഇത് ആൾക്കാർ മാറുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയുള്ള ഗെയിമിൽ ചലഞ്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ ഈ ഗെയിം എന്താണ്, ഇത് എങ്ങനെ കളിപ്പിക്കണം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നല്ല ധാരണ അവർക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി പ്രത്യേകിച്ച് ശോഭയുടെ കാര്യത്തിലാണ് ഈ സീസൺ 5 വന്നിട്ട് അത്യാവശ്യം നാട്ടുകാരെ നല്ല പോലെ വെറുപ്പിച്ചിട്ട് പോയ ആളാ. നല്ല വെറുപ്പിക്കലും നല്ല ഹേറ്റ് വാങ്ങിപ്പോയി. മാത്രല്ല എതിരാളിയെ ശക്തനാക്കി പോയ ആളാണ്. ആ ഒരാള് വന്നിട്ട് ഇവിടെ വന്നാലും ഇനി ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂല എന്ന് നമുക്കറിയാം. അത് മാത്രല്ല കാര്യം വ്യക്തമായി. അന്ന് ഭയങ്കരമായിട്ട് ഹേറ്റ് വാങ്ങി. നമ്മൾ അന്നേ പറയാറുണ്ടായിരുന്നു ശോഭ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്, അർഹതപ്പെട്ടതാണ് കിട്ടിയതെന്നുള്ളത്. ഇപ്പോഴും അത് തന്നെ പറയുന്നു, ശോഭ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു മാറ്റം. ഏറ്റവും ഹൈലൈറ്റ് എന്തായിരുന്നു അറിയോ? സാരിത്തുമ്പില്ലേ, ക്രിഞ്ചന്റെ കൈ കൊടുത്തില്ലേ, എന്നിട്ട് സാരിത്തുമ്പിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് രസമായിരുന്നു. ഇനി അത് വേറൊരു കാര്യം എന്താ പറയുക, ഇപ്പം ഇവരെന്തിനാണ് ഈ ചലഞ്ചേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം? ഇപ്പൊ ഞാൻ പറഞ്ഞ അവരൊക്കെ വരുന്നതിന്റെ മുന്നേ ആ BB ഹൗസ് ഹോട്ടലായി എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരുടെ. എന്തൊരു രസമായിരുന്നു. അതായത് BB ഹോട്ടലിലെ ഓരോരുത്തരും എന്ത് കഥാപാത്രം ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ശേഷം ഇവർ കഥാപാത്രമായി മാറി അവരുടെ ചുമതലകൾ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിരുന്നു ആ സമയം. ഇവര് വരുന്നത് വരെ നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു. അതെ അതെ അതെ. ഇവര് ആ ഒരു സാധനം അതാ ഞാൻ ചോദിച്ചത്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവിടെ തന്നെ ഉള്ളവർക്ക് ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അതായത് അത് ഇന്നലെ വ്യക്തമായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ അതില്ല. നേരിട്ട് ഇവർക്ക് എന്താന്ന് അനീഷ് ഈ മൊത്തം ഇത് വായിച്ചു കൊടുക്കുന്നു. ശേഷം ഇവര് അതിഥിയെ സ്വീകരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതിനടിയിലുള്ള രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഇല്ല. അത് ലൈവ് കണ്ടവർക്ക് അറിയാം എന്ത് രസമായിരുന്നു ആ ഭാഗങ്ങള്. കാരണം അത്രക്ക് ഗംഭീരമായിട്ടായിരുന്നു ആ സമയത്ത് BB ഹോട്ടൽ. സത്യം. ആ സമയത്ത് എല്ലാവരും അവർക്ക് അവരുടേതായ ചുമതലകൾ അവർക്ക് അറിഞ്ഞു കളിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പിന്നെ അത് പോയി. പിന്നെ മറ്റൊരു വന്നു കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഓരോരുത്തരുടേതായ രീതിയിലേക്ക് മാറി തുടങ്ങി. അതെ, പിന്നെ എല്ലാരും ഹോട്ടലാണെന്നുള്ള സംഭവം വിട്ട് മറന്നു. പിന്നെ നോക്കുമ്പോണ്ട് ഏതെങ്കിലും ഹോട്ടലില് നിങ്ങൾ കണ്ടിട്ടോ VIP ആള് വരുന്നു. ആള് വന്നു കഴിഞ്ഞിട്ട് ആളുടെ പുറകെ ഒരു 20 പേര്. എവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? കാല് തിരുമ്മി കൊടുക്കുക, ബോഡി മസാജ് ചെയ്തു. അതിനൊക്കെ പ്രത്യേക സ്റ്റാഫുകൾ ഉണ്ടാവും. അഥവാ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും മസാജിങ്ങിന് വേണ്ടി വേറെ ആൾക്കാര് അങ്ങനെ ഉണ്ടാവും. ഇത് അവിടെ വരുന്ന ആൾക്കാരെ വിളിച്ചിട്ട് മറ്റേ ഉന്തുവണ്ടിയെ തള്ളി അടക്കുക. എന്തൊക്കെ ഉന്തുവണ്ടിയുള്ള കസേരയല്ലേ അതിലിങ്ങനെ ഇരുന്ന് തള്ളിക്കോ. ഒക്കെ ശോഭയാണ് ചെയ്യുന്നത്. വൃത്തികെട്ട ഐറ്റം സാധനങ്ങളൊക്കെ പിടിക്കുന്ന ആള് ശോഭ. അതെ, കുറച്ചെങ്കിലും ഷിയാസ് കരീം കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. തലയ്ക്കകത്ത് കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ബുദ്ധി എന്ന് പറഞ്ഞ സാധനം, അതായത് ശോഭയേക്കാൾ കോമൺ സെൻസ് ഉള്ളത് ഷിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇങ്ങനെ വെറുപ്പിക്കല്ലേ, അത് കുറച്ച് ഓവറാന്നുള്ള ആൾക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അവിടെ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താ. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അവിടെ അല്ലാതെ തന്നെ അവിടെ ഇഷ്ടം പോലെ കണ്ടന്റും അല്ലാതെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു അവര് കണ്ടന്റ് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി പോയതാ. അതായത് ടാസ്കിന് വന്നതല്ലേ അവര്. ആ ടാസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതല്ലേ അവര് നോക്കേണ്ടത്. എന്താണ് ചെയ്തോണ്ടിരുന്നത് അവിടെ എന്നിട്ട് ശോഭ അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോ 16 കണ്ടസ്റ്റന്റ് 17ാമത്തെ കണ്ടസ്റ്റന്റ് ആയി. അതെ, അതാണ് നമുക്ക് തോന്നിയത്. അപ്പുറത്ത് പോയിട്ട് കുത്തുക, ഇപ്പുറത്ത് പിന്നെ അധികാരം ഉള്ളത് കൊണ്ട് ബോസ് ആണെന്ന്
ബോസാണെന്ന് കരുതുന്നതിനും കുഴപ്പമില്ല, ഇത് ബിഗ് ബോസിന്റെ മുകളിൽ പോയി ധാരണയിലാണ് ആള് പറയുന്നത്. എന്തായാലും ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ള ധാരണയിൽ ആൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ലാസ്റ്റ് മാപ്പും പറഞ്ഞിറങ്ങിയത്. മാപ്പ് കുറിച്ച് കരഞ്ഞ് ഗസ്റ്റ് എന്തൊരു നല്ല ഗസ്റ്റ്. എന്തായാലും മനീഷ ആ കാര്യത്തില് കയ്യടി അറിയിക്കുന്നു. അതായത് കുറച്ചെങ്കിലും ഈ ടാസ്ക് മനസ്സിലാക്കി കളിച്ചിട്ടുള്ളത്, അതായത് ഉത്തരവാദിത്തം മറക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ആൾക്കാരുള്ളൂ. അനീഷ് ഷാനവാസ്, സാബുമാനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. സാബുമാൻ എന്താന്നറിയോ, ഒരു അനക്കം പോലും അനങ്ങാണ്ട് ആളവിടെ നിന്നു. ശരിക്കും എന്റെ നെഞ്ചൊന്ന് പെടഞ്ഞോട്ടെ. നമുക്ക് ആണെങ്കിൽ സങ്കടം വരൂല, എത്ര നേരാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ കൊണ്ടു. അത് ഇനിയിപ്പോ എന്തിന്റെ ടാസ്കിന്റെ പേരിലാണെങ്കിൽ എടാ ഞാൻ നോക്കുമ്പോ ഉച്ചക്ക് ഫുഡ് കഴിക്കാനേ 5 മിനിറ്റ്, അതും അവിടെ നിക്കുന്നിടത്ത് നിന്നിട്ട് കഴിക്കണം. ആടോ, പിന്നെ മാത്രല്ല മറ്റുള്ളവര് ചിപ്സും മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവര് അതിനകത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. നെവിനാണ് ആ സമയത്ത് കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചത്. ഇത് കൊണ്ടേ കൊടുത്ത് മാസ്കട മാറ്റടാ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തത്. എന്താ അതൊക്കെ ഭയങ്കര ഒരു ഇത്തിരി സമയം ബ്രേക്ക് കൊടുക്കാനുള്ളതിനൊക്കെ അങ്ങനത്തെ ബ്രേക്ക് പോലും കൊടുക്കാതെ കണ്ടിന്യൂസ് എത്ര ടൈമാണ് നിക്കുന്നത്. ശരിക്കും ആൾക്ക് വേറെ രീതി കളിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആളുടെ സ്വഭാവം നമുക്കറിയാലോ. ആൾ അങ്ങനത്തെ ഒന്നിനും പോയിട്ട് ഇടപെടും അല്ലെങ്കിൽ ഒരാളോടൊന്നും പറയും, അങ്ങനത്തെ ഒരാളല്ല. ആർക്കെങ്കിലും ആളോട് ദേഷ്യം തോന്നുന്നു? പ്രേക്ഷകർക്കുണ്ട് ദേഷ്യം, ഒരാൾക്കും തോന്നൂല. ആളവിടെ കളിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരിഭവം മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ വേദന നമുക്ക് തോന്നും. എന്തൊരു പാവം പിടിച്ച മനുഷ്യൻ, വേറെ ആരാണെങ്കിലും അവിടെ അത് ബഹളമായിട്ടുണ്ടാവും. അതെ, അതായത് ഒരു സ്റ്റാർ കൊടുക്കാൻ സാബുമാന് തീരുമാനിക്കുമ്പോ ഷിയാസ് കരീം എന്നല്ല പറയുന്നുണ്ട്, ആ പാവം കൊറേ നേരമായി വെയിലത്ത് നിൽക്കുന്നു. ഇപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അത് എത്ര നേരം ഉണ്ട് എന്നുള്ളതും വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ നിന്ന ജോലി എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ അവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് പറഞ്ഞ സത്യമാണ്. ആള് ശരിക്കും ഡിസർവ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റാർ. തീർച്ചയായിട്ടും. ഇവര് രാത്രിയിൽ ഇതുണ്ടാകുന്ന സമയത്ത് ആളവിടെ നിൽക്കുക. അതെ, പാവം. എന്തായാലും അതൊന്ന്. പിന്നെ അതായത് സാബുമാന് കളി മനസ്സിലാക്കി കളിച്ച ആളാണ് കുറച്ചെങ്കിലും കേട്ടോ. എല്ലാം മനസ്സിലാക്കി കളിച്ച ഒരാളില്ല അവിടെ, പക്ഷെ കുറച്ചെങ്കിലും. പിന്നെ അനീഷും ഷാനവാസും നന്നായി മനസ്സിലാക്കി കളിച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മിക്ക് കളി എന്താന്ന് അറിയില്ല, പക്ഷെ ക്യാരക്ടർ പിടിച്ചു. എന്റെ മോനെ ലക്ഷ്മിയാണ് ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് താരാവാൻ പോകുന്നത്. പക്ഷെ കളി എങ്ങനെ കളിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം അതായത് ഒരു GM അല്ലേ, GM എന്തിനാണ് മറ്റുള്ളവരുടെ കാല് പിടിച്ച് അവരുടെ പിറകെ നടക്കേണ്ട കാര്യമുള്ളത്? ഓർഡർ ചെയ്യുക ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതായത് എടാ GM എന്തൊക്കെ അവിടെ ചെയ്താലും ആൾക്ക് സ്റ്റാർ കിട്ടാൻ പോകുന്നില്ല. സ്റ്റാർ മൊത്തം കൊടുക്കുന്നത് ആളാണ്. ആളിത് എനിക്ക് എന്ന് പറഞ്ഞ് കൈവശം വെക്കൂലല്ലോ. ആളുടെ കയ്യിലുള്ള സാധനം ബാക്കി വരുന്ന ആൾക്ക് കിട്ടും. ഇതാണ് ഗെയിം. പിന്നെ എന്തിനാണ് കാല് പിടിച്ച് നടക്കുന്നത്? ഇതിനകത്ത് കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. അതെന്താന്നറിയോ, പണി അറിയാത്ത ഹോട്ടൽ ജീവനക്കാരാണെങ്കിൽ GM കാല് പിടിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് വേറെ നിവർത്തിയില്ല, അവിടെ ജോലി നടക്കണം. അപ്പം GM ഇറങ്ങണ്ടേ. ഇത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് പോലും അറിഞ്ഞുകൂടെ ഇത് എന്തിനാ കളിക്കണേന്ന്. പിന്നെ അവരുടെയൊക്കെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത് കളിപ്പിക്കുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. എടാ ഈ നമ്മുടെ ഹോട്ടലിലെ അതായത് GMന്റെ താഴെയുള്ള എല്ലാ തൊഴിലാളികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ അവർക്ക് വേണ്ടി സംസാരിക്കാനും അതിനു വേണ്ടി മറ്റേ AK-47 അതായത് ജിസേല് അവിടുത്തെ സെക്യൂരിറ്റി അവളോട് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ മാറ്റി പിടിച്ചകത്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിടാനൊക്കെയാണ് ഇവരുള്ളത്. ഇത് കൃത്യമായി അറിയാതെ എന്തിനാണിത് ചെയ്യേണ്ടത് എന്ന് ഒന്നിനും ആരെ എന്തിനു നിർത്തി എന്നുള്ളതൊന്നും അറിയാതെ കുറേ ആൾക്കാർ അതാ ഈ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തിനാ ഞാൻ ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞൂടാ അവിടെ ഉള്ള ആൾക്കാർക്ക്. ആദിലക്ക് തീരെ മനസ്സിലായിട്ടില്ല ആരാണ് ആദിലയാണ് ഇതിന്റെ ഓണറുടെ മകൾ. അതെ, ആ നിലയ്ക്ക് ഒരു ആദിലയാണ് അതിന്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാള്. GM അതൊക്കെ ആയതിനു ശേഷമേ ഉള്ളൂ. അത് ഗെയിം പോലും മനസ്സിലാക്കാതെ ഈ എന്തോ കാണിക്കുന്നു, ആ ആര്യം പറയുന്ന അനുസരിച്ച് എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നു. പവർ ഉണ്ടല്ലോ, ആ പവർ കിട്ടിയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പോലും ആൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഐഡിയ ഇല്ല. അതൊക്കെ അപ്പൊ തന്നെ എടുത്തങ്ങ് യൂസ് ചെയ്യണമെന്നില്ലല്ലോ. ഇതൊക്കെ എടുത്തു വെക്കണ്ടേ? ഇന്നും ടാസ്ക് നടക്കുന്നതാണ്, നാളെ ഉണ്ടാവായിരിക്കാം. അത് ലാസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാനുള്ളതിന് അത് ഇന്നലെ തന്നെ എടുത്തിട്ട് കൊളാക്കി. അത് അനുമോൾക്കും നൂറക്കും
ബിന്നി ഇവർക്ക് 3 പേർക്ക് മനസ്സിലായി കറക്റ്റ്. എന്നിട്ട് ഇവര് പറയുന്നുണ്ട് എടീ അവര് മാക്സിമം അവളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ആര്യന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആള് അക്ബറാണ്. അക്ബർ പറയുന്നതനുസരിച്ച് ആര്യം പറയുന്നു, ആര്യം പറയുന്നതനുസരിച്ച് അത് ലവർ എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിനകത്തൊക്കെ മാനിപ്പുലേറ്റ് ആയിട്ട് പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം ഇത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദിലേന്റെ പ്രശ്നം. അതിലേക്ക് അത് ഒട്ടും മനസ്സിലായിട്ടില്ല അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള സാധനം. ഈ ആദില ഒരു സമയത്ത് അനുമോളെ കൊണ്ട് കാലൊടിപ്പിക്കുന്ന സീനുണ്ട്, മസാജ് ചെയ്യിപ്പിക്കുന്ന. ആര് എന്തിനാണ് തൊഴിലാളികളെ ചെയ്യേണ്ട കാര്യം? ഏത് വലിയ മുതലാളിമാരാണെങ്കിലും സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു പോകാനുള്ളതിന് അത്രേ ഉള്ളൂ. പവർ യൂസ് ചെയ്യും, ഞാൻ നിനക്ക് പണി തരും. എന്താ പണി? ഇത് ഇവർക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരെന്തെന്നറിയോ, ഇവർക്ക് കുറെ സ്റ്റാർ കിട്ടണം. ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്ത് കൊടുത്താലും അത് കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒരു ചീപ്പ് സാധനമല്ലേ. ഞാൻ തിരുമ്മിയിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ സ്റ്റാർ കിട്ടണം എന്നുള്ള സാധനം. അത് ആ ഗെയിമാണ് പകുതി പേര് യൂസ് ചെയ്യുന്നത്. എന്തായാലും അക്ബറിന് സ്റ്റാർ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുത്തിട്ടുണ്ട്. ആര്യന്റെ കയ്യിൽ കൊടുത്ത ആ ഒരു സ്റ്റാർ ആണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അക്ബറിന്റെ കയ്യിലേക്ക്. അതായത് ഫസ്റ്റ് സ്റ്റാർ കൊടുത്തായിരുന്നു ആര്യന്. ആ സ്റ്റാർ ലക്ഷ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു, അതിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ലക്ഷ്മി വരുന്നു, നേരെ ആര്യനെ വിളിക്കുന്നു, സ്റ്റാർ വാങ്ങിയിട്ട് അക്ബറിന് കൊടുക്കുന്നു. അവിടെ അതിന്റെ ഇടയ്ക്ക് കൺഫെഷൻ റൂമിൽ എന്താ നടന്നതെന്നോ അല്ലെങ്കിൽ എന്താ ബിഗ് ബോസ് പറഞ്ഞെന്നോ നമുക്ക് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, ലൈവിലും കാണിച്ചിട്ടില്ല. അതായത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ആ ഒരു കാണിക്കാത്തതൊന്നും അവിടെ നടന്നിട്ടില്ലല്ലോ ഇതിനകത്ത്. എന്നാ പിന്നെ ഇവര് അങ്ങനെ ചെയ്യണ്ടേ? ഒരു നേരെ ലക്ഷ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ഒക്കെ കാണിച്ചു തന്നിട്ട് തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഇത് ചെയ്യുമ്പോ ഏത് ചോറിനൊന്നും മനസ്സിലാവൂല. അവിടുന്ന് അനൗൺസ് ചെയ്തിട്ടാണ് അത് മേടിച്ചിട്ട് ഇപ്പുറത്ത് കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലാവാത്ത അക്ബറിന് കപ്പാണെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ഇത്രയും ദിവസം ഇവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? അല്ലേ, നമ്മളിപ്പോ അക്ബറിനെതിരെ ഞങ്ങൾക്ക് അക്ബറിനോട് ഒരു ദേഷ്യമല്ല, ഒരു ദേഷ്യവും. ഞങ്ങൾ അക്ബർ കൊണ്ടുപോവേ, ലക്ഷ്മി കൊണ്ടുപോവേ, അരിമോള് കൊണ്ടുപോവേ, ആര്യൻ ക്രിഞ്ചൻ കപ്പ് കൊണ്ടുപോവേ, ഒരു ചുക്കു ഞങ്ങൾക്കില്ല. ഇവരാരും കൊണ്ടായാലും ഞങ്ങള് ഇതുവരെ ഞങ്ങൾ വോട്ട് പോലും ചെയ്യാത്ത ആൾക്കാരാണ്. ഞങ്ങളിത് കാണും. വോട്ടൊന്നും ചെയ്ത് അതിനനുസരിക്കുന്ന ആൾക്കാരൊന്നല്ല ഞങ്ങള്. ഓപ്പണായിട്ട് പറയാം, ക്രിഞ്ചൻ കൊണ്ടായാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത് എപ്പോഴും എന്താന്നറിയോ, ഇത് കാണുന്നോണ്ട് നമുക്ക് തോന്നും അർഹതപ്പെട്ട ആൾക്ക് കിട്ടണം. അതെ, നമ്മൾ കാര്യങ്ങൾ പറയാം. ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നിയമങ്ങളെല്ലാം മാറ്റി മറിച്ച് കൊണ്ടുപോകുന്ന കാണുമ്പോൾ അത് ചെറ്റത്തരാന്ന് തന്നെ പറയും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അതായത് അക്ബറിന് അവിടെ ബിഗ് ബോസ്, അതായത് അതിൻ്റെതായ ടീം ബാക്കിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ആര്യന് കിട്ടുന്നുണ്ട്. ആര്യന് എന്താ കിട്ടാൻ കാരണം? നമ്പൂതിരി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, അതിൻ്റെതുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് ചെയ്യും. അതിൻ്റെത് ഇവര് അതിനായിട്ട് ചില സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് തരുമ്പോൾ നമുക്കത് വ്യക്തമാവും. അല്ല, ഇവര് ഒതുക്കത്തിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തോട്ടേന്നേ. ഇത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി ഇത് ചെയ്യുമ്പോഴാണല്ലോ ഈ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലാത്ത രീതിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇവരെന്തിനാണ് ഇവർ കാണുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇപ്പൊ എന്തുകൊണ്ട് അക്ബറിന് ഇപ്പൊ ഒരു സ്റ്റാർ പോലും ആ സമയത്ത് കിട്ടിയിട്ടില്ല. അവിടെ അനീഷിന് ഒരു സ്റ്റാർ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റാർ ആർക്കാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇവർക്ക് അക്ബറിന് സ്റ്റാർ കിട്ടിയാലേ അക്ബറിന്റെ വലിയ പണി ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് തുടക്കം കൊടുക്കാൻ വേണ്ടി മാത്രം അത് മേടിച്ചു കൊടുത്ത പോലെയാണ് നമുക്ക്. അല്ലാണ്ട് അതിനകത്ത് അക്ബർ എന്ത് ചെയ്തിട്ട് ആ രാവിലത്തെ ഇതിനകത്ത് ഞാൻ ഞെട്ടിപ്പോയി. അക്ബറിന്റെ വേറെ കേൾക്കണോ? അതായത് അക്ബർ 2 നിലപാട് കാണിച്ചിട്ടുണ്ട്. ആ ഫാക്ടറി ആയില്ലേ, ചെരുപ്പ് കമ്പനി ആയില്ലേ, അന്ന് ആള് യൂണിയൻ നേതാവായിരുന്നു അന്ന്. ആരുടെയും മുകളില്? ഓണറിനേക്കാളും മുകളില്. ഇപ്പൊ പറയാണ് ഓണറാണ് ഏറ്റവും മുകളിൽ. അത് ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്, GM-നേക്കാളും മുകളിൽ ഓണർ തന്നെയാണ്. അപ്പൊ ഓണറിന്റെ ആണ് ലാസ്റ്റ് അന്തിമ തീരുമാനം, ഓണറിന്റെ ആണ്. ഇതല്ലായിരുന്നു കഴിഞ്ഞ ടാസ്കില് അക്ബർ പറഞ്ഞുകൊണ്ടിരുന്നത്. യൂണിയൻ നേതാവ് പറയുന്ന എന്താണോ അതേ അവിടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പിന്നെ റെസ്പെക്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഉടക്കിയിട്ട് വർക്ക് നടക്കാണ്ടിരുന്നത്. യൂണിയൻ നേതാവിനെ ഓണർ റെസ്പെക്ട് ചെയ്തില്ല. ഈ ആ ടീമാണ്. എന്നിട്ട് ഈ ഒനീലും ആയിട്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്. ഒനീലും ജിഷിനുമായിട്ട് ഫുഡ്
അതായത് 16 പേർക്കുള്ള ഫുഡ് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവർക്ക് 2 സ്റ്റാർ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിയാം, ഒണിയിലിനും ജിഷിനും 2 സ്റ്റാർ അല്ല, കൊടുക്കണം. കാരണം ഉണ്ടല്ലോ, ഓരോ സമയത്ത് ഇവര് പറയുന്നതിനനുസരിച്ച് ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവര് മറ്റൊരു പറയുമ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആദിലേനെ മാക്സിമം യൂസ് ചെയ്തിട്ട് ആരെയും പറഞ്ഞിട്ട് ഓരോന്ന് സാധനങ്ങൾ ഉണ്ടാക്കിപ്പിക്കുന്ന പറയുന്ന പോലെ ആദില് ചെന്നിട്ട് ഇന്നത് വേണം, ഗസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾ ഓണം, അങ്ങനെ അവരിട്ടിട്ട് മാക്സിമം കൊന്നിരിക്കുകയാണ്. എന്നിട്ടും രാത്രി 12:30 കാണുമ്പോ അവര് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, രാത്രി ഫുഡ് കഴിക്കാനുള്ളത്. ഇതേ നമ്മൾ ഈ ചെറിയ തുണിയൊക്കെ വലിച്ചു കെട്ടിയിട്ടേ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കളി കളിക്കൂലേ, ഈ തേങ്ങ പുട്ട്, ഈ മണ്ണ് കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കൂലേ, അങ്ങനെ കളിക്കുന്നതല്ല, ഇത് ശരിക്കും ഫുഡ് ഉണ്ടാക്കണം. അതായത് വെറുതെ പോയി ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ ആക്ട് ചെയ്യുക, അങ്ങനെയൊന്നല്ല. ശരിക്കും ഒറിജിനൽ സാധനം വെച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തന്നെ ഉണ്ടാക്കണം. അതും ഗസ്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് അതാ ഞാൻ പറഞ്ഞ, ഇവര് മാക്സിമം മറ്റേ ശരിയാണ്, അവിടെ ഗസ്റ്റ് വരുന്നു, അവർക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ട് അവര് പറയും. ഇന്നലെ ഉച്ചയ്ക്ക് അവള് നമുക്കറിയാം, ശോഭ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കയറിയ ആളാണ്. ശോഭ വന്നിട്ട് ആദ്യം പനീർ എന്താ ടിക്ക അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ടാക്കി കൊടുത്തു, റൊട്ടി ഉണ്ടാക്കി കൊടുത്തു. അതിനകത്ത് ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും പോയിട്ട് ആ സമയത്ത് തന്നെ അടുത്ത ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അപ്പൊ ഇന്ന് ആലോചിച്ചോണം, ഇത് ഉണ്ടാക്കാനും ഒക്കെ നല്ല പണിയാ. സ്റ്റാറും കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഷിൻ പറയുന്നുണ്ട്, രാവിലെ മുതൽ നിക്കാൻ തുടങ്ങിയതാ ഞങ്ങള്. അവിടെ കിച്ചണിൽ ഇരിക്കാനോ അല്ലാണ്ട് വേറെ സൗകര്യമൊന്നുമില്ല. ഈ നൃത്തവും ഉണ്ടാക്കലും കൊണ്ടേ കൊടുക്കലും ഇത് തന്നെ പണി. എന്നിട്ട് ലാസ്റ്റ് അക്ബർ ഈ സാധനം വന്നപ്പോ അവരല്ല ശരിക്കും കിച്ചൺ ഡ്യൂട്ടി അനിമോളൊക്കെയാണ്. അവര് രാവിലെ ഫുഡ് ഉണ്ടാക്കി വെച്ചതുമാണ്. 16 പേർക്കുള്ള ഫുഡും തികഞ്ഞില്ല. എന്നിട്ട് അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലേ, എപ്പോഴോ സമയത്ത് തികഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ വിഷയം. അത് മനഃപൂർവ്വമാണ്. അതായത് സ്റ്റാറുകള് മറ്റുള്ളവർക്ക് കൂടുതൽ അക്ബറിന് പ്രശ്നം. അക്ബർ കളിക്കണം, ശരിയാണ്, അക്ബറിന്റെ ഗെയിമിന്റെ രീതിയിലൊക്കെ ഓക്കെ. നമ്മള് 10% പണിയെടുത്താൽ അവിടെ അപ്പുറത്ത് 20% പണിയെടുക്കുന്നവർക്ക് കൈയടിക്കും. പിന്നെ അത് തീർച്ചയായിട്ടും അപ്പൊ അവര് കൊടുത്തു. അവര് അപ്പൊ അതാ രണ്ടാമത്തെ വട്ടം ഈ സ്റ്റാർ കൊടുക്കുന്ന സമയത്താണ് ലക്ഷ്മിക്ക് വരെ കറക്റ്റ് കളിയില് അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കുന്നതിനെ കുറിച്ച് ധാരണ വന്നത്. അതായത് ലക്ഷ്മി ആ സമയത്ത് അക്ബർ 1 സീൻ ഉണ്ടാക്കുമ്പോ പറയുന്നുണ്ട്, എന്റെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ, ഞാൻ സ്റ്റാർ കൊടുക്കുന്നത് ഞാൻ ആർക്ക് കൊടുക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. പക്ഷെ ബിഗ് ബോസ് ഇടയ്ക്ക് വിളിച്ചിട്ട് കൺഫ്യൂഷൻ അതൊന്ന് എടുത്തു കൊടുത്തേടാ അക്ബറിന് എന്ന് പറയുന്നത്. അമ്മാരി പരിപാടി ചെയ്യുന്നത് ബിഗ് ബോസിന്റെ അടുത്ത് വരുന്ന ഏറ്റവും വലിയ തെറ്റിത്തരാം. അത് അവിടെ നടക്കുന്നുണ്ട്, അത് പറയും. അതിപ്പോ നടന്നല്ലോ. അതെ, അതേപോലെ ഇന്നലെ നടന്ന പ്ലാച്ചിയുടെ ഏറ്, അത് ഷിയാസ് കരീമിന്റെ ഭാഗത്തുനിന്ന് അനുമോൾക്കുള്ള സപ്പോർട്ടാണത്. തീർച്ചയായിട്ടും അത് അനുമോൾക്ക് നല്ല ഗുണം ചെയ്യും. ഞങ്ങൾ അത് ഇന്നലെ പറഞ്ഞില്ലേ, അത് ഇന്നലെ എന്താ ഏഷ്യാനെറ്റുകാരൻ അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. അതെ, പ്ലാച്ചി ശരിയാണ്. അതായത് അവിടെയുള്ള മറ്റു പല കണ്ടസ്റ്റൻസിനേക്കാളും മെയിനാണ്. അതായത് ഫൈനൽ 5 വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതായത് വോട്ടിന്റെ കുറവ് കാരണം ഒരിക്കലും പ്ലാച്ചിയെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്ലാച്ചി മടയിലെത്തിയെന്നായിരുന്നു. എന്താണെങ്കിലും അത് ഏഷ്യാനെറ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാ, പ്ലാച്ചി തിരിച്ചു വരുമോ, എന്തൊക്കെ പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്ലാച്ചി തിരിച്ചു വരും എന്നുള്ളത് അതിന് തന്നെ വ്യക്തമാണ്. 100%. അതായത് മെയിൻ കണ്ടന്റ് തന്നെയാണ്. അപ്പൊ പ്ലാച്ചിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയില്ല. അതെന്തായാലും കളഞ്ഞത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി പരിപാടികൾ ഇന്നാണ് കാണാം, ഇന്ന് എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളത്. യെസ്, ബൈ.